സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കിഴങ്ങ് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഒരു തീയലാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ വലുതും ചെറുതുമായ 4 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. 15 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് അരമുറി തേങ്ങ ചിരണ്ടി മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടും. ഇത് ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. തേങ്ങ ഇപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയി ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇതേ ഒന്ന് ചൂടാറുന്നതിനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതേ ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി വരുന്നിടം വരെ വറുത്തെടുക്കണം. ഇതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ചെറിയ ഉള്ളിയും 3-4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. 15 ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വലിയ ഉള്ളി ആയതിനാൽ 3-4 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇത് ഒത്തിരി നേരമൊന്നും വഴറ്റണ്ട. ചുമന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി കിട്ടുന്നിടം വരെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം ഒന്ന് ആവശ്യമായ രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വഴറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഒരു ലിഡ് കൊണ്ട് അടച്ച് നമുക്ക് ഇത് വേകാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് മിക്സിയുടെ ജാർ കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. വെള്ളം കൂടുതൽ ചേർക്കാതെ ശ്രദ്ധിക്കണം. കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുകയാണ്. ഇനിയൊന്ന് ഈ വെള്ളം തിളച്ചൊന്ന് ചാറ് കുറുകി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. എല്ലാം നല്ലവണ്ണം ഒന്ന് തവി കൊണ്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്നും എല്ലാം നോക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചോറിനും അപ്പത്തിനും പൂരിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി തീയലാണ് ഇത്. നിങ്ങളും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.